നരിവേട്ട എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു സംഭവമാണത്. തമിഴിൽ അയാളെ കണ്ട് പഠിച്ചൂടെ, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാനും തോന്നുന്നുണ്ട്. ഇത്രയ്ക്കും കുഴപ്പം കാണിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് നരിവേട്ട കണ്ടിട്ട് ഫീൽ ആവുന്നത്. കാരണം ഞാൻ കുറേ പ്രാവശ്യം കാരണം പറയുന്നു. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ മാഷേ, ടൊവിനോ തോമസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറാണ് കാരണം. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അങ്ങ് മാറിയിരിക്കുകയാണ്. അതായത് എങ്ങനെ ആ കഥയുടെ ഒപ്പം എങ്ങനെ വരേണ്ടിയിരുന്നോ അങ്ങനെയല്ല ഇതിൻ്റെ സ്ക്രീൻ പ്ലേ പോയിരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ബയാസ്ഡായിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലോട്ട് സ്ക്രീൻ പ്ലേ ചായുമ്പോഴാണ് പ്രശ്നം, എപ്പോഴും പ്രശ്നമാണ്. അപ്പോഴാണ് നമുക്ക് അത് വളിപ്പായിട്ട് തോന്നുന്നത്. നമ്മുടെ ചക്ക് നോറിസ് മോഡലിലൊക്കെ, അല്ലെങ്കിൽ രജനീകാന്ത് മോഡൽ, മമ്മൂക്കയ്ക്ക് ഇടയ്ക്കുണ്ടായിരുന്ന അസുഖം, ലാലേട്ടനുണ്ടായിരുന്ന അസുഖം, അങ്ങനെ സൂപ്പർ ഹീറോ അവരെ മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ സെറ്റിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷേ സ്ക്രീൻ പ്ലേയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിയുമ്പോൾ ആ കഥ തന്നെ, ആ പേർപ്പസ് തന്നെ ഇല്ലാണ്ടായി പോവാണ്. അതാണ് ഈ പടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പടത്തിലെ ആ പാട്ട് കുഴപ്പമില്ലായിരുന്നു. ഹീറോയിനും ഈ നമ്മുടെ ഒരുപാട് സമയം വെറുതെ പോയി ഫസ്റ്റ് ഹാഫിൽ. കാരണം ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് നിങ്ങൾ ഇത്രയൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട. ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞ് അതെ വലിച്ചു നീട്ടി അവനിങ്ങനെ പാവത്താനായിരുന്നു, അവനിങ്ങനായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു, അവനൊരു പെണ്ണെ സ്നേഹിച്ചു, പോലീസാവുന്നതിന് മുമ്പേ അവൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഇതൊന്നും ആവശ്യമില്ല. ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയുള്ള ആവശ്യം. കാരണം സമയമില്ല ആൾക്കാർക്ക്. വന്നിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കാന്ന് പറയുമ്പോഴേ അയ്യോ, ഒരു IPS വരുന്നുണ്ട് ഇതിനകത്ത്. IPS കാരനെ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പുള്ളിയെ ഒരുപാട് ആൾക്കാർ സഹായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഈ ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമ പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. പക്ഷേ കമേഴ്ഷ്യലായിട്ട് അങ്ങനെയൊക്കെ സിനിമ പിടിച്ചു കഴിയുമ്പോൾ അത് ഒരു ദിവസം പോലും ഓടില്ല. ചില തിയേറ്ററുകൾ എടുക്കുക പോലും ഇല്ല. ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് പുള്ളി, പിന്നെ അതിന് മുമ്പേ 1-2 പടങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ മിഷ്കിൻ എന്ന് പറയുന്ന ഡയറക്ടർ പുള്ളിയെ കാസ്റ്റ് ചെയ്തു. പടത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അങ്ങനെ അതിലൊരു പോലീസ് ഓഫീസറാണ്, പോലീസ് SI ആയിട്ടാണ്. ഇതിലിപ്പോൾ IPSആണ്. IPSന് ബോഡി ഷേമിങ് ചെയ്യല്ല ഞാൻ. പക്ഷേ IPS ആയിട്ട് വരുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പുള്ളി ഈ സിനിമയിൽ പുള്ളിയെ കൊണ്ട് പാലിച്ചില്ല എന്ന് വേണേൽ പറയാം. പുള്ളിക്കും അറിയാമായിരിക്കും. പക്ഷേ ടൊവിനോ തോമസ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിപ്പോയല്ലോ. അപ്പോൾ പിന്നെ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. അതാണ് ഈ പടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണേലും പടം ഒരു 1 ടൈം വാച്ച് എന്നൊക്കെ പറയാം. ചുമ്മാ സമയം കളയാനാണെങ്കിൽ പോയി കാണാം. അല്ലാതെ ഭയങ്കര പടമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് OTTയിൽ വരുമ്പോൾ കാണാനുള്ളതേ ഉള്ളൂ. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും അത്രയും പോലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് കുറച്ച് ഈ വേട്ടയൊക്കെ കൂടുതലാണ്. ഇതിനകത്ത് കുറച്ച്, അതായത് മനുഷ്യന്മാരെ അടിച്ച് ഇല്ലാണ്ടാക്കുന്ന പരിപാടികൾ. അധികാരം കയ്യിലുള്ളപ്പോൾ എന്തൊക്കെ ചെയ്യും മനുഷ്യൻ, അവനെ ചോദിക്കാൻ ആരുമില്ലെങ്കിൽ എന്തൊക്കെയായി തീരും ആ നാട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇവർ പിടിച്ചത്. കഥയും ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഥയും കണ്ടില്ല നമ്മൾ, പക്ഷേ എന്നാലും കേട്ട് അറിവ് എന്ന് പറയുന്നത് അതുണ്ട്. നല്ലപോലെ എടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നെഗറ്റീവാന്ന് പറയരുത്. ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാണ്. നല്ലപോലെ എടുക്കായിരുന്നു, പക്ഷേ പറ്റിയില്ല. അതാണ് നമ്മുടെ ഈ ക്രൂവിന് പറ്റിയത്. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മേക്കിംഗ് വൈസ്, അതായത് സീനും DOPയും ഒക്കെ നല്ല സംഭവങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് കാണാനല്ലോ പ്രേക്ഷകൻ അകത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഈ പടം എന്ന് പറയുമ്പോൾ ഒരു ജേണിയാണ്. പടം എന്ന് പറയുമ്പോൾ ഒരു യാത്രയാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങിക്കോനെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയാണ്. അപ്പോൾ നമുക്ക് ആ മനസ്സിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവണം, പിന്നെയും നമുക്ക് ആ യാത്ര ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ്. അതാണ് ഈ സിനിമയിൽ ഫീലായി പോയത്. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായില്ല. ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും. നല്ല കാര്യം. പടം ഭയങ്കര ഹിറ്റൊക്കെ ആയിരിക്കും. കാരണം ടൊവിനോ ആണല്ലോ. ടൊവിനോ ആകുമ്പോൾ പിന്നെ ഹിറ്റാവാതിരിക്കും.